Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ED നടപടിയിൽ പ്രതിഷേധിച്ച് CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ED നടപടിയിൽ പ്രതിഷേധിച്ച് CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V നാരായണൻ, T വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ ED പരിശോധന നടത്തിയത് എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. പഴയങ്ങാടിയിൽ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ ED പരിശോധന നടത്തിയത്. ED ഉപയോഗിച്ച് പിണറായി വിജയനെയും പാർട്ടിയെയും വേട്ടയാടാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു വേട്ടയാടലാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ ഈ രൂപത്തിൽ വേട്ടയാടിയിട്ട് വേണം ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്കറിയാം. പരാജയപ്പെട്ടു പോയ ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഗവൺമെൻറ് EDയെ അഴിച്ചുവിട്ടത്. പഴയങ്ങാടിയിൽ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശ്രീമതി ടീച്ചർ. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ ഗൂഢാലോചന നടത്തി വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് ഒരിക്കലും അനുവദിക്കില്ല. കേരള മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ഉടനെയാണ് ED റെയ്ഡ് നടന്നത്. CPIMനെ ഇല്ലാതാക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസും ഒപ്പം കേന്ദ്ര സർക്കാരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഒരു ED അന്വേഷണം വന്നിട്ട്. ഇതൊരു വേട്ടയാടലാണ്. CPIM മാടായി ഏരിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. MV രാജീവൻ, K ചന്ദ്രൻ, CP ഷിജു, P ജനാർദ്ദനൻ, വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ വേട്ടയാടാനുള്ള ശ്രമമാണ് BJPയും കോൺഗ്രസും നടത്തുന്നത് എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. ഇതിന്റെ ഭാഗമായാണ് ED റെയ്ഡ് എന്നും PK ശ്രീമതി പഴയങ്ങാടിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയങ്ങാടിയിലും പ്രതിഷേധ പ്രകടനം മറ്റ് പരിപാടികളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ PK ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, എന്താണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു ഗവൺമെൻറ് മാറി വരുന്നു. പഴയ 10 വർഷക്കാലം ഭരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെത്തുന്നു, പ്രതിപക്ഷ നേതാവുന്നു. ഒരു 4 ദിവസം കഴിയുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു. കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും EDയും പരിവാരങ്ങളും വലിയൊരു ഫോഴ്സോടുകൂടി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ വീട്ടിൽ ചെന്ന്
ഒരുതരം ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് തന്നെയല്ലേ അത്. എത്രയോ ആളുകൾ വന്ന് മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു. ഇതിന് വേട്ടയാടൽ എന്നാണ് പേര്, അല്ലാതെ അന്വേഷിക്കലല്ല. കുറ്റാന്വേഷണ സംഘത്തിൻ്റെ ഒരു അന്വേഷണ രീതിയല്ല ഇപ്പോൾ കണ്ടത്. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറ്റാരും അറിയാനില്ല, പത്രക്കാർക്കൊക്കെ വിവരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറിയുന്നവരൊക്കെ അവിടെ എത്തി 6 മണിക്ക് മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രിയുടെ മകളെയും വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ശരിയായ പകപോക്കലോ രാഷ്ട്രീയ പകപോക്കലിനോ അതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ കാണാറില്ല. ഒരിക്കലും ഈ പ്രായത്തിൽ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളുടെ ആകെ പ്രീതി നേടിയ, പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ബഹുജനങ്ങളുടെ അംഗീകാരവും പ്രശസ്തിയും പ്രീതിയും നേടിയിട്ടുള്ള ഈ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ ഈ രൂപത്തിൽ കാടത്തം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറ്റാന്വേഷണ സംഘമായിരിക്കാം, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തെ ഈ ED എന്ന് പറയുന്ന ഫോഴ്സിനെ കോടതി പോലും, ബഹുമാനപ്പെട്ട കോടതി പോലും അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത് ഇവരെയൊക്കെ എന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വേട്ടയാടൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല ഫാസിസ്റ്റ് ശൈലിയാണ്. ഈ ഫാസിസ്റ്റ് ശൈലിയെ കേരളത്തിലെ ബഹുജനങ്ങളാകെ എതിർക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും EDയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു റെയ്ഡാണെന്നാണ് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി പാലം നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയായില്ല. പ്രതിഷേധം വ്യാപകം. 2023 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പഴയങ്ങാടി പാലമാണിത്. പാലത്തിൻ്റെ പ്രവൃത്തി അനന്തമായി നീളുകയാണ്. പഴയങ്ങാടിക്കാർ ചോദിക്കുകയാണ്, എന്നാണ് ഈ പാലം പൂർത്തിയാവുക? നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിലച്ച പഴയങ്ങാടി പാലം നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചില്ല. സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന കരാറുകാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പണി നീണ്ടുപോവുകയാണ്. 2023 ജൂൺ 17 മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 2024 ഡിസംബറോടെ പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ നടന്നില്ല. ഒടുവിൽ ഈ വർഷം ജനുവരിയോടുകൂടി പാലം പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ അതും നടന്നില്ല. പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ പഴയ പാലത്തിൻ്റെ ആയുസ് ഇതുപോലെ തന്നെ പഴയ പാലാണ്. അത് എപ്പോഴാണ് പൊട്ടി വീഴുന്നു പറയാൻ കഴിയില്ല. പുതിയ ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ പ്ലാത്രം നിന്ന് KSTP റോഡ് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരം താങ്ങാൻ കഴിയാതിരിക്കും പഴയ പാലം വീണ്ടും അപകടാവസ്ഥയിലാവും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പഴയങ്ങാടി പാലം നിർമ്മാണം നിലച്ച മട്ടാണ്. 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലം പണിക്കായി അനുവദിച്ചത്. 9 സ്പാനുകളിലായി 246 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കേണ്ടത്. പാലം പണി വേഗത്തിൽ പൂർത്തിയായാൽ നിലവിലെ KSTP റോഡിലെ പഴയങ്ങാടി ടൗൺ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. പാലം പ്രവൃത്തി നിലച്ചിട്ട് നാളുകളേറെയായി. പാലത്തിൻ്റെ കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ ആവശ്യം നടപടി വേണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ED റെയ്ഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ED റെയ്ഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പിലാത്തറ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം P പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ DYFIയുടെയും SFIയുടെയും പ്രവർത്തകർ സമരരംഗത്തേക്ക് വരുമ്പോൾ സമരരംഗത്തേക്ക് വരുമ്പോൾ അവരെ അടിച്ചു ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏത് വിഷയം വരുമ്പോഴും ആഭ്യന്തരമന്ത്രി 10 ദിവസമേ ഭരണത്തിൽ വന്നിട്ടില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. KC തമ്പാൻ മാസ്റ്റർ, M അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാർത്തകൾ തുടരുന്നു.
തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് പരുത്തിയുമായി വന്ന ലോറിയിൽ തീപിടുത്തം. എഞ്ചിൻ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി തീയണച്ചു. പ്ലാസ്റ്റിക് മാറ്റ് ചൂടായി കത്തിയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പരുത്തി കയറ്റി ഇളമ്പച്ചിയിലെ ഖാദി നിർമ്മാണ യൂണിറ്റിലേക്ക് വൈകുന്നേരം എത്തിയതായിരുന്നു ലോറി. ക്യാബിനിൽ നിന്ന് ആദ്യം പുക ഉയരുകയായിരുന്നു. ഉടൻ ജീവനക്കാരും ലോറി ഡ്രൈവർ തമിഴ്നാട് ബോധിക്കടുത്തുള്ള JK10 സ്വദേശി സൽവും ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചെങ്കിലും സന്ധ്യയോടെ വീണ്ടും പുക ഉയരുകയും ക്യാബിനിലെയും എഞ്ചിനകത്തെയും വയറുകൾ കത്തുകയുമായിരുന്നു. ക്യാബിനിൽ നിന്ന് പുക വന്നതോടെ ഖാദി സെക്യൂരിറ്റി ജീവനക്കാരൻ C. രാജൻ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയിച്ചു. തുടർന്ന് സീനിയർ ഫയർ ഓഫീസർ P. രാഗേഷിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയാണ് രാത്രി 8 മണിയോടെ തീയണച്ചത്. ആദ്യം തീപിടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ക്യാബിന്റെ പിന്നിലെ ക്യാബ് ഓവർ ഹൈഡ്രോളിക് സിസ്റ്റം കേടുവന്നത് എഞ്ചിൻ ഭാഗത്ത് പുക ഉയർന്നതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തി തീയണയ്ക്കുകയായിരുന്നു. പരുത്തി കയറ്റിയെത്തിയ ലോറിയിൽ കോട്ടയത്തേക്ക് കിടക്കകൾ കയറ്റുന്നതിനിടയിലാണ് മുൻഭാഗത്ത് പുക ഉയരുന്നത് കണ്ടത്. ഖാദി ജീവനക്കാർ കയറ്റിവെച്ച കിടക്കകൾ വേഗത്തിൽ ലോറിയിൽ നിന്നിറക്കിയത് നാശനഷ്ടങ്ങൾ ഒഴിവാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള കോൺഗ്രസ് 4ാം സംസ്ഥാന സമ്മേളനത്തിന്റെ 99ാം വാർഷികവും ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനാചരണവും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. KPCC മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിൽ നിന്ന് നയിക്കുകയും ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മഹാനായ നേതാവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവെന്ന് KPCC മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ അനുസ്മരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള കോൺഗ്രസ് 4ാം സംസ്ഥാന സമ്മേളനത്തിന്റെ 99ാം വാർഷികവും ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനാചരണവും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഓരോ തവണ ജയിലിൽ കിടക്കുമ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും പോലെ 112 പുസ്തകങ്ങൾ ഈ രാജ്യത്തിന് ചരിത്രമുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരെ മാത്രമല്ല ലോകത്തിന് മുമ്പിൽ ഈ രാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പുസ്തകങ്ങൾ എഴുതിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഈ രാജ്യത്തെ ഒരു നാണയത്തിൽ തൂക്കി, സ്വർണ്ണ നാണയത്തിൽ തൂക്കി വിലക്കെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മോത്തിലാൽ നെഹ്റുവിന്റെ മകനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നറിയാം. വർഷങ്ങളോളം ജയിലിൽ കിടന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് അതിശക്തമായി നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൽ നിന്നും ഇന്ത്യ ഇന്ന് എത്രയോ മാറിപ്പോയിരിക്കുന്നു. നെഹ്റുവിയൻ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ശിലകളായ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം, മതേതരത്വം, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ചേരിചേരാ നയം എന്നിവയെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ MK രാജൻ, AP നാരായണൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, UDF ചെയർമാൻ ഉമ്മർ പെരിങ്ങോം, അത്തായി പത്മിനി, EP ശ്യാമള, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, പ്രശാന്ത് കോറോ, ഷീബ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. USS സ്കോളർഷിപ്പ് നേടിയ വെങ്ങരയിലെ C. പ്രദീപ് ബാബു, ബേബി റീന ദമ്പതികളുടെ മക്കളായ അന്മയ, അമയ എന്നിവരെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരപ്പെടൽ ചടങ്ങിന്റെ ഭാഗമായുള്ള സദ്യക്കായി ഉപ്പേരി ഒരുക്കി. 16 വർഷങ്ങൾക്ക് ശേഷം 2026 മെയ് 31 നടക്കുന്ന ആചാരപ്പെടലിൽ ഭക്തർക്കായി വിപുലമായ സദ്യ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2026 മെയ് 31 നടക്കുന്ന ആചാരപ്പെടൽ ചടങ്ങിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള സദ്യയിലേക്കായി ഉപ്പേരി തയ്യാറാക്കി. രാവിലെ 7:30 മുതൽ 9 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ശ്രീ V. നാരായണൻ പെരിയ ആചാരപ്പെടുന്ന ചടങ്ങിനായാണ് ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സദ്യ ഒരുക്കത്തിന്റെ ഭാഗമായി ഏകദേശം 15 ക്വിന്റൽ നേന്ത്രക്കായയും 7 ക്വിന്റൽ വെല്ലവും ഉപയോഗിച്ചാണ് ഉപ്പേരി നിർമ്മാണം നടത്തുന്നത്. വലിയ ചീനച്ചട്ടികളിൽ എണ്ണ തിളപ്പിച്ച് കായ പൊന്നിറമാകുന്നതുവരെ വറുത്തെടുത്ത ശേഷം വെല്ലപ്പാനിയിൽ മുക്കി പരമ്പരാഗത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കുകയായിരുന്നു. ഒരുക്കങ്ങളിൽ നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകരും വനിതാ സംഘങ്ങളും സജീവമായി പങ്കെടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പേരി ആക്കുന്നത് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 15 കിൻറ്റലോളം കായയുടെ ഉപ്പേരി ആക്കും.
അതിലേറെ 7 കിൻഡലിൻ്റെ ശർക്കരയും പിന്നെ ബാക്കി ഉള്ളത് പിന്നെ നമ്മൾ സാധാരണ ഉപ്പേരിയായിട്ട് ചെയ്യും. അതുപോലെ ഭക്ഷണം നമ്മൾ ഒരു 4000-നും 5000-നും ഇടക്കാന്ന് നമ്മുടെ മനസ്സിലെ ഒരു ഇത്. അപ്പോൾ എന്തായാലും 4000-ന് മുകളിൽ ആളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ കാഞ്ഞങ്ങാടുള്ള നാരായണൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ദൈവത്തിൻ്റെ കോമരം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആവുന്നത്. ഈ വരുന്ന 31-ാം തീയതി പിന്നെ രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത്. ആചാരപ്പെടൽ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി സദ്യയും പ്രസാദ വിതരണവും വിപുലമായി ഒരുക്കുന്നുണ്ട്. 5000-ത്തിലധികം പേർ ഈ ചടങ്ങിന് എത്തുമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അത്യാധുനികമായ മോഡുലർ കിച്ചൺ ഡിസൈനുകളുടെയും വാർഡ്രോബ് ആക്സസറീസുകളുടെയും വിപുലമായ ശേഖരവുമായി കോമ്പസ് കിച്ചൺ വെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയും ഈടുനിൽപ്പും ഒത്തുചേരുന്ന പുതിയൊരു ഷോപ്പിംഗ് അനുഭവമാണ് കോമ്പസ് ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്. അത്യാധുനികമായ മോഡുലാർ കിച്ചൺ ഡിസൈനുകളുടെയും വാർഡ്രോബ് ആക്സസറീസുകളുടെയും വിപുലമായ ശേഖരവുമായി കോമ്പസ് കിച്ചൺ വെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം പാൻട്രി യൂണിറ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടാൻഡൻ ബോക്സ്, മാജിക് കോർണർ, സ്വിംഗ് കോർണർ, ബോട്ടിൽ പുൾ ഔട്ട്, PVC കട്ട്ലറി, PVC സ്കേർട്ടിംഗ്, പ്രൊഫൈൽ ഹാൻഡിൽസ്, റോളിംഗ് ഷട്ടർ മുതലായവയുടെ വിപുലമായ കളക്ഷനുകളാണ് കോമ്പസ് കിച്ചൺ വെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. മോഡുലാർ കിച്ചൺ ആക്സസറീസിൻ്റെയും അതുപോലെ വാർഡ്രോബ് ആക്സസറീസിൻ്റെയും ലേറ്റസ്റ്റും വിപുലവുമായ ശേഖരമായിട്ട് കോമ്പസ് കിച്ചൺ വെയർ കഴിഞ്ഞ ദിവസം കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ടാൻഡം ബോക്സ്, അതുപോലെ വിവിധതരം പാൻട്രി യൂണിറ്റുകൾ, കോർണേഴ്സ്, അതുപോലെ പ്രൊഫൈൽ ഹാൻഡിൽസ്, അതുപോലെ ഒരു മോഡുലാർ കിച്ചണിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് കളക്ഷനാണ്. നല്ല ഗുണമേന്മയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. തുടർന്ന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരം തൃക്കോത്ത് കുറുവക്കാവിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടും സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായ രീതിയിൽ മാലിന്യം തള്ളുന്നു. കുറുവാക്കാവിന് സമീപം കല്ലുവെട്ടാൻ എടുത്ത കുഴിയിലും റോഡരികിലുമാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക്, തെർമോക്കോൾ കുപ്പികൾ എന്നിവയാണ് വ്യാപകമായി തള്ളുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു. എങ്കിലും മാലിന്യം തള്ളുന്നതിന് യാതൊരു മാറ്റവുമില്ല. പഞ്ചായത്തിൽ പരാതിപ്പെടുമ്പോൾ ഹരിതകർമ്മസേന മുഖാന്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യാറാണ് പതിവ്. ഇതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ വളരെ അടുത്ത സ്ഥലത്താണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് കാണുന്നത്. അത്യധികം പ്രതിഷേധാർഹമാണത്. സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബിൽഡിംഗ് വേസ്റ്റ്, തെർമോക്കോള്, മറ്റു കുറേ തുണി, ഇതിന്റെ കർട്ടൻസ്, അതിൻ്റെ എല്ലാം വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടിട്ടിരുന്നത്. കൂടാതെ കുറച്ചപ്പുറത്തുള്ള ക്ഷേത്രത്തിന്റെ തന്നെ മറ്റേ സൈഡിലുള്ള റോഡിനകത്ത് മദ്യക്കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞിട്ടും കാണുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ ബോർഡിന്റെ കീഴിലാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത്. ഇതിനു മുന്നും സ്ഥിരമായിട്ട് മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയാറുണ്ട്. ഇത് അത്യന്തം ആപൽക്കരമായിട്ടുള്ളൊരു സംഭവമായിട്ട് കാണുന്നു. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരിതകർമ്മസേന വീടുകളിൽ എത്തി മാലിന്യം ശേഖരിക്കുമ്പോഴും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന സംസ്കാരശൂന്യരായ സാമൂഹ്യ വിരുദ്ധരാണ് ഇവിടെയും മാലിന്യം തള്ളുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും പരിസരത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്വന്തമാക്കി തൃക്കരിപ്പൂർ കാരോളത്തെ M. ഷുഹൈബ്. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന K. അയൂബിന്റെയും അധ്യാപികയായ M. ബുഷറയുടെയും മകനായ ഷുഹൈബ് തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരുചന്ദു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. സയൻസ് തിരഞ്ഞെടുത്ത് പഠിച്ച ഷുഹൈബ് 1200-ൽ 1200 മാർക്കും നേടി. പ്ലസ് 1-ലും ഷുഹൈബിന് മുഴുവൻ മാർക്കും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലും ഈ മിടുക്കൻ ഫുൾ A+ നേടിയിരുന്നു. പഠന മികവിൽ സംസ്ഥാന തലത്തിൽ തന്നെ 60 വിദ്യാർത്ഥികളിൽ ഒരാളാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഷുഹൈബും മാതാപിതാക്കളും സഹോദരന്മാരും. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കാരോളത്തെ K. അയ്യൂബിന്റെയും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ അധ്യാപിക M. ബുഷറയുടെയും രണ്ടാമത്തെ മകനാണ് ഷുഹൈബ്. എഞ്ചിനീയറിംഗ് ലക്ഷ്യമിട്ട് കീം പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് ഷുഹൈബ്. മാംഗ്ലൂരു ശ്രീനിവാസ് കോളേജിൽ BCA വിദ്യാർത്ഥിയാണ് മൂത്ത സഹോദരൻ ഹാസിബ്. അനുജൻ ഷിഹാബ് തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം തരം വിദ്യാർത്ഥിയാണ്.
പ്ലസ് 2 പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടിയ ഷുഹൈബിന് അഭിനന്ദനങ്ങൾ നേർന്ന ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും വീട്ടിലെത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, പഞ്ചായത്ത് അംഗം M സുഹറ തുടങ്ങിയവർ ഷുഹൈബിന് മധുരം നൽകി അഭിനന്ദനങ്ങൾ നേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ധനവില വർധനവിനെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അത്തായി പത്മിനി, KP മോഹനൻ, VM പീതാംബരൻ, പ്രശാന്ത് കോറോം, AK ശ്രീജ, ME ദാമോദരൻ, CK ദിനേശൻ, പുഷ്പ തരമൽ, KV സ്നേഹജൻ, ലതിക P, ഭരത് DP, മണിയറ ചന്ദ്രൻ, മോഹനൻ പുറച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെട്രോൾ ഡീസൽ വിലവർധനവിൽ പ്രതിഷേധിച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പെട്രോൾ ഡീസൽ വിലവർധനവിൽ പ്രതിഷേധിച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിൽ നിന്ന് ആണ്ടാങ്കോവലിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV പ്രകാശൻ, KP ശശി, KV സതീഷ് കുമാർ, V വിജയകുമാരി, MV സനീഷ് കുമാർ, T പ്രഭാകരൻ, C സുരേഷ്, ഷിജു കല്ലൻ, ഹാരിഫ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. NK ഭാസ്കരൻ പയ്യന്നൂർ രചിച്ച ശ്രീ പാഴൂർ ഗുരുനാഥൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് 31 നടക്കും. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പുസ്തക പ്രകാശനം നിർവഹിക്കും. ശ്രീ പാഴൂർ ഗുരുനാഥൻ ട്രസ്റ്റ് പയ്യന്നൂർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം 2026 മെയ് 31 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പുസ്തക പ്രകാശനം നിർവഹിക്കും. പാഴൂർ പടിപ്പുരയിലെ ഡോക്ടർ അഞ്ജന പുസ്തകം ഏറ്റുവാങ്ങും. ചടങ്ങിൽ KV രാജഗോപാലൻ സ്വാഗതം ആശംസിക്കും. TP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സദനം നാരായണൻ ജ്യോത്സ്യർ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. പുസ്തക രചയിതാവ് NK ഭാസ്കരൻ ചടങ്ങിൽ മറുപടി ഭാഷണം നടത്തുമെന്നും സംഘാടകർ പയ്യന്നൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.